RSSന്റെ അജണ്ട എന്നുള്ളൊരു ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പടിപടിയായുള്ള നടപടികളിൽ ഒരു കാര്യം മാത്രമാണ് ഈ ഭാരതാംബ എന്നുള്ളത്. ഭാരതാംബ തന്നെ നമ്മൾ എത്ര ദിവസം ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ എത്രത്തോളം അതിൻ്റെ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെ അത് കഴിഞ്ഞ ജൂണിലായിരുന്നു അല്ലേ? കഴിഞ്ഞ ജൂൺ 5-ന് കൃഷിമന്ത്രി പി പ്രസാദ് നടത്തിയ പ്രതികരണം. അന്ന് പരിസ്ഥിതി ദിനമായിരുന്നു. പരിസ്ഥിതി ദിനത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം പുഷ്പാർച്ചന നടത്തണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ട് ഗവർണറുടെ ഓഫീസ് ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ അന്ന് കൃഷിമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രതീകാത്മകമായി പലയിടത്തും ഈ ചെടി നട്ടുകൊണ്ടൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ജൂൺ 19 നമ്മൾ കണ്ടതാണ് രാജ്ഭവനിൽ വെച്ച ചടങ്ങിൽ. അവിടെ നിന്നും വിദ്യാഭ്യാസ മന്ത്രി ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അന്നും വലിയ ശക്തമായി പ്രതിഷേധിക്കേണ്ടത്. ഭാരതാംബയെ ആരാണ് ആ സ്ത്രീ എന്ന് ചോദിക്കുന്നു എന്നാണ് ഗവർണർ പറയുന്നത്. ആരാണ് ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പും ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്, ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെയുള്ള ഒരു ഭാരതാംബ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പതാക എന്ന ഭാരതാംബയാണ്. ആ ഭാരതാംബയ്ക്ക് ഈ കാവി ധ്വജം ഉയർത്തിയ ഭാരതാംബയല്ല. അതിൽ ഇപ്പോൾ ഈ RSSന്റെ ഭാരതാംബയാണ് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ഭാരതാംബയ്ക്ക് അതിലെ മാപ്പിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനൊക്കെ വരുന്ന മാപ്പ് വെച്ചിട്ടാണ് ഈ പറയുന്ന എവിടെയാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭരണഘടനാ സ്ഥാപനമായ കോടതി വളപ്പിലാണ്.